ഹലോ, ശ്രീജിത്ത് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ അപ്പാട് പോകുന്ന വഴിക്ക് അങ്ങനെ കണ്ടെത്തി നിരന്ന് കിടക്കുന്നത് 50 ഏക്കറാന്ന് പറഞ്ഞു. ഈ പുല്ലില്ലേ നമ്മളെ പശുവിനുള്ള കാരിക്കുള്ള ആ ഈ പുല്ലിങ്ങനെ കാണിച്ചു തരാം ഞങ്ങൾക്ക്. എന്തൊരു രസമോ ഈ പുല്ലിനെ കുറിച്ച്. ഇപ്പോൾ ഇവിടെ ഫാമിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്, മൂപ്പരെ ഒന്ന് പരിചയപ്പെടാം. എന്നിട്ട് മൂപ്പര് ഈ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞിട്ടേ. നമസ്കാരം. എന്താ പേര്? അജേഷ്. എവിടെ സ്ഥലം? വിലങ്ങാട്. ഇത് ഞാനേ ശരിക്കും പച്ചപ്പരവതാനി ഇങ്ങനെ വിരിച്ചു പോലെ കാണുമ്പോൾ അവിടുന്ന് ഈ റോട്ടിലൊക്കെ പോകുമ്പോൾ ഇത് പിന്നെ ഈ പുല്ലല്ലേ, ഈ പുല്ല് എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നത്? മിൽമയ്ക്ക് സപ്ലൈ ആണ്. എന്നിട്ട് മിൽമ ഓരോ കർഷകർക്ക് കൊടുക്കും. അങ്ങനെയാണ് സൊസൈറ്റിക്ക് എത്തിച്ചു കൊടുക്കേണ്ടി ആണല്ലേ? ഓ അത് ശരി. അവര് ഓർഡർ തരുന്നതനുസരിച്ച് അവർക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇതിന് എന്തൊക്കെ വളമാണ് ഇരുന്നത്? ഇതിന് ഇപ്പോൾ ഞങ്ങള് കോഴിക്കാട്ടിടും, പിന്നെ യൂറിയ, ഫാക്ടംബേഴ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇടും. അതിങ്ങനെ ഇതിന് സമയമുണ്ടോ? ഈ പുല്ല് പെട്ടെന്ന് വളരുമോ? ഇത് 50 ദിവസം കൊണ്ടാവും ഒരു വെട്ടി കഴിഞ്ഞാൽ 50 ദിവസം കൊണ്ടാവും. ആണല്ലേ? ഇതിപ്പോ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഇവിടെ ഈ പുല്ലിൻ്റെ? 10-12 വർഷമായി. ഇതിപ്പോ അത് വെട്ടാനായി? ഈ പുല്ലായില്ലല്ലോ? ഇല്ല, ഒരു 2 ആഴ്ച. അപ്പൊ ആ കാണുന്ന പുല്ലൊക്കെ അല്ലേ? ആ കാണുന്ന തണ്ടാണ്, ഭയങ്കര മൂത്തുപോയി. അത് തണ്ടിന് നടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അല്ലേ? ഓ അത് ശരി. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ ബായ് അത് അങ്ങോട്ട് പിടിക്കാൻ നമുക്ക് കാണിച്ചു തരാം. ചേട്ടാ അങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോവാം. അങ്ങോട്ട് കയറി ക്യാമറ അങ്ങോട്ട് പോവാം. കാണിച്ചു തരാം. ഇങ്ങോട്ട് കൊണ്ടുവാ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കിയോ, ഇതുണ്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. കേട്ടോ, പച്ചപ്പരവതാനി വിരിച്ചതുപോലെ മീനങ്ങാടി റൂട്ട്. അതുകൊണ്ട് ആ റോഡ് കണ്ടോ, വണ്ടി അങ്ങനെ കുറച്ചും കൂടി അങ്ങോട്ട് പോകണം. മെയിൻ റോഡാണ്. റോഡിൻ്റെ താഴെ വശത്താണ് ഇങ്ങനെ ഇത് കിടക്കുന്നത്. കണ്ടോ നിങ്ങൾ? കേട്ടോ, എന്തൊരു രസമാണ് കാണാൻ. ഇത്ര ഏക്കർ കിടക്കുന്നുണ്ട്, 50 ഏക്കറാണ്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ചില സ്ഥലത്ത് കേട്ടിട്ടുണ്ട്, ഈ ചാണകവെള്ളമല്ലേ, ചാണകത്തിൻ്റെ ഈ പശുവിൻ്റെ ചാണകവെള്ളം തളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പുല്ല് വളരും അല്ലേ? അങ്ങനെ ഉണ്ട് അല്ലേ? ഓ അത് ശരി. ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എത്രയായി? ഞാനിപ്പം ഇവിടെ 4 വർഷമായി. 4 വർഷത്തോളമായി. അവിടെ അങ്ങനെ കുഴപ്പമില്ല, ഫുഡും കാര്യമൊക്കെ ഇവിടെ തന്നെയാണ് ആണല്ലേ? ഇതിൻ്റെ മുതലാളി എറണാകുളത്താണ്? അനിൽകുമാർ. പുള്ളി ഇവിടെ വരലൊക്കെ എപ്പോഴാണ്? മാസത്തിൽ വരും. മാസത്തിലും ഇത് വെട്ടാനാകുമ്പോൾ വരും. ഇത് വയനാട്ടിൽ മാത്രമാണ് സപ്ലൈ ചെയ്യുന്നത്? പുറത്തേക്കുണ്ടോ? ഇല്ല, വയനാട് മാത്രം. വയനാട്ടിൽ എല്ലാ ഇതിലേക്കുണ്ട്. അത് ശരി. അവരിങ്ങോട്ട് വരും, ഈ സമയം വയ്ക്കുന്നത് അവർ വണ്ടിയിൽ വരും? അവര് വരില്ല, നമ്മള് മെൽമായിട്ട് കോൺടാക്ട്. അപ്പൊ അവരെ വണ്ടി വിട്ടുവരുമോ? അല്ലെങ്കിൽ ലോറിയിൽ കയറ്റി പോകൂലേ? അത് ശരി. അപ്പൊ ഇതിങ്ങനെ ഇതൊരു ഇതാണോ വരുന്നത്? കെട്ടിനാണ് കണക്ക്? തൂക്കാണ്. അങ്ങനെ റേറ്റ് വരുന്നത്? കിലോന് 3.5. ഒരു പുല്ലൊക്കെ ഇട്ടിങ്ങനെ ഒരു പുല്ലൊക്കെ 1 കിലോ ഒക്കെ ആണെങ്കിൽ സമയം എടുക്കൂലേ? പെട്ടെന്ന് ഇതിന് തണ്ടോണ്ട് പെട്ടെന്ന് 1 കിലോ ഒക്കെ ആയിപ്പോല്ലേ? അല്ലേ? കറക്റ്റ് ആയിട്ട് ഒരു ജോഡ് വെട്ടിയ ഏകദേശം 10 കിലോ. ആണല്ലേ? ഓ അത് ശരി. എന്തായാലും നല്ല അടിപൊളി വൈബാട്ടോ ഇവിടെ. എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ. അത് കണ്ടോ, എന്തൊരു രസമാണ്. പച്ചപ്പരവതാനി വിരിച്ചതുപോലെ ഉണ്ട്. കേട്ടോ ഇതൊക്കെ ഞങ്ങള് അവിടെ. അത് ഇനിയിപ്പോ അടുത്ത് അവിടെ നട്ടതാണ് നിങ്ങൾ? അത് വെട്ടി വന്നേ. ഇനിയിപ്പോ അത് വെട്ടി കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ നടേണ്ട ആവശ്യമില്ല. ആണോ? ഇപ്പൊ ഇവിടെയൊക്കെയോ? ഇതൊക്കെ വെട്ടി മുളച്ചു വരുന്നത് ആണ്. ഇതൊക്കെ വെട്ടി മുളച്ചിട്ട് വരുന്നുണ്ടോ അല്ലേ? അത് ശരി. അതാ വണ്ടികളെ പോകുന്നുണ്ടോ? മേലക്കൂടെ ഒക്കെ റോഡുണ്ട്. ആ റോഡ് മറ്റേ എങ്ങോട്ട് പോകണമെന്ന്? ചൂതവറയ്ക്കോ? അത് ചൂതാറല്ല, അത് നേരെ ഇവിടെ പുറക്കാടി അമ്പലം. അങ്ങോട്ട് അമ്പലത്തിന് അങ്ങോട്ട് അല്ല? അവിടെ ഒരു ദേവീക്ഷേത്രം ഉണ്ടല്ലോ പുറക്കാടി. അവിടെ വർഷത്തിൽ ഒരിക്കലായിട്ട് ഉത്സവം തന്നല്ലേ? വർഷത്തില് ആണല്ലേ? മരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടോ? വൈബ്. ഇത് അവിടെ ഒരു ബായി നിൽക്കുന്നുണ്ട്. ഈ ബായിയാണ് ഇത്ര നമുക്ക് ക്യാമറ ചെയ്ത് തരുന്നത്. എന്താ ബായി? നാം ക്യാ ഹേ? പീറ്റർ. ആസാമിലാണെന്ന് തന്നെ. ഇവിടെ ജോലി എത്ര വർഷം? 1 മാസമായി. ഓക്കെ. സുഖാണോ ഇവിടെ? സുഖാണ്. ഒരു പണിയില്ലല്ലോ, ചീട്ടും കളിച്ചിരിക്കാമല്ലോ ഇവിടെ. ഞാൻ ഒന്നും കൂടെ അല്ല ചീട്ടലിയാ. ഒരു 5 മണിക്ക് പണി കയറും. അത് കുഴപ്പമില്ല. രാവിലെ അതുകൊണ്ട് കുഴപ്പമില്ല. അത് പ്രശ്നമൊന്നുമില്ല. രസം, ഒരു ഹോബി അല്ലേ? ഓക്കെ. അപ്പോൾ എന്താ പറയാ, സന്തോഷം കേട്ടോ ഒരുപാട്. എന്താ പേര് പറഞ്ഞത്? അജേഷ് ചേട്ടാ, ഒരുപാട് സന്തോഷം. ഇതിനെക്കുറിച്ചൊരു വിവരങ്ങളൊക്കെ തന്നുകൊണ്ട്. അറിയുന്ന ഒരാൾ തന്നെ വേണമല്ലോ. കോഴിവളം എന്ന് പറഞ്ഞാൽ എവിടുന്ന് കോഴിവളമൊക്കെ എടുക്കുന്നത്? ഇത് അങ്ങ് വളരെ എറണാകുളം. അവിടെ ഉള്ളി ഇങ്ങോട്ട് കൊണ്ടുവരും അല്ലേ? അത് ശരി. ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ ഭയങ്കര സ്മെല്ല്. ഞാൻ ചോദിച്ചിട്ട് എന്താ സ്മെല്ല്? ഭയങ്കര ഇത് കിടക്കുന്നത്. നല്ല കാറ്റല്ലേ? ചൂടുണ്ടാവില്ല? ചൂടുണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ. ഇപ്പം നല്ല കാറ്റ്. ഇതിലിങ്ങനെ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കല്ലേ? കാറ്റുണ്ട്. ആണല്ലേ? ഓ. ഭായി ഗാന ആയില്ലേ? ഭക്ഷണം കഴിക്കാനായില്ലേ? കഴിച്ചു. മലയാളം പഠിച്ചു. ഭായിക്ക് മലയാളം പഠിച്ചു. ഇവിടെ വന്ന് ഫുള്ള് ഇവർ ഇന്ത്യക്കാർ ഫുള്ള് മലയാളം പഠിച്ചു. കഴിച്ചു. ഇന്ന് മൊബൈലിൽ നമ്മളെ ചാനലിൽ വരും ഇത്. ഓക്കെ. ചാനല് 3 മീഡിയ ഉണ്ട്, അതുപോലെ ശ്രീജിത്ത് ബ്ലോഗ് ഉണ്ട്, ഒക്കെ വരും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് കണ്ടല്ലോ നിങ്ങൾ. ഇനി ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല, അത്ര തന്നെ കാണും.
കേട്ടോ. എനിക്കിത് എൻ്റെ ഞാൻ സത്യം പറഞ്ഞൊരു ഇത് മറ്റേ ഇതുണ്ടെങ്കിലേ നമ്മളെ എലിക്കാമൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തുണ്ടല്ലോ, ഇങ്ങനെ പറന്ന് പോയിട്ട് എല്ലാം ഇങ്ങനെ കാണായിരുന്നു. എന്തായാലും സർവേശ്വരൻ എനിക്കൊരു എലിക്കാമൊക്കെ വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ, ഇങ്ങോട്ട് പിടിക്കും, അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ പിടിക്കും, തിരിച്ച് ഇങ്ങോട്ട് വിടാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട്, ഇനിയിപ്പോൾ നാളെ മറ്റന്നാൾ പറഞ്ഞല്ലോ, അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.